ഓം നമ ശിവായ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളെ നിങ്ങളെ ഹോളിഡേയ്സ് എല്ലാം? അടിച്ചു പൊളിച്ചോ? ഓക്കെ, എൻജോയ് ചെയ്തിരുന്നല്ലേ? വീട്ടിൽ തന്നെ ഇല്ലായിരുന്നോ? വേറെ എവിടെയും പോയിട്ടില്ലല്ലോ? ആ, ചിലവർ അമ്മമ്മേൻ്റെ അടുത്തെല്ലാം പോയിട്ടുണ്ടാവും ഓണത്തിനല്ലേ? ഓണം സെലിബ്രേറ്റ് ചെയ്തോ? പൂവെല്ലാം ഇട്ടിനാ? പൂക്കളെല്ലാം കുറവായിരിക്കും അല്ലേ? എന്നാലും കുഴപ്പമില്ല. എന്നാൽ ശരി, നമുക്ക് പഠിച്ചിനോ? ആ സമയത്തെല്ലാം റിവൈസ് ചെയ്തോ? ടഫായി തോന്നുന്ന സംഭവങ്ങളെല്ലാം ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ മിസ്സ്? ചെയ്ത് പഠിച്ചിനാ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈസി ആയിരിക്കും. കാരണം അന്ന് ചെയ്ത സബ്ട്രാക്ഷൻ, അന്ന് ചെയ്ത അഡീഷൻ, അതിൻ്റെ ബേസ്ഡ് ആയിരിക്കും ഇനി അടുത്ത അങ്ങോട്ടുള്ള ഇത്. അപ്പോൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കെന്നാൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മൾ ഹോളിഡേയ്സിന് മുമ്പേ ചെയ്ത സബ്ട്രാക്ഷനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കത് ഒന്നും കൂടി ചെയ്ത് നോക്കാം, 2 പ്രോബ്ലം, എന്നിട്ട് റിവൈസ് ചെയ്ത് പിന്നെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, let us revise the subtraction. Okay, so I'll take one problem. We have to subtract 6 3 1 7 8. We have to subtract 34,842 from 63,178. This is the minus. Now you have to start from ones place. This is the ones place. 8 minus 2. You have to do 8 minus 2. അപ്പോൾ ഞാൻ 2 മെത്തേഡ് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ മെത്തേഡ് നോക്കാം. 2 നിന്ന് 8ലേക്ക് കൗണ്ട് ചെയ്യുക. 2 ആഫ്റ്റർ 2 3 4 5 6 7 and 8. That means 6 2 കഴിഞ്ഞിട്ട് 8 എത്തുന്നവരെ എത്ര ഡിജിറ്റ് ഉണ്ട്? 6 digits. അപ്പോൾ റൈറ്റ് ഹിയർ 6. Like that, 4. After 4, count till 7. After 4, count till 7. So you get after 4, 5, 6, 7. 3 fingers. So that means 3. You have to write here 3. Now here, 8. You have to subtract 8 from 1. 8 you have to subtract from 1. It is not possible. So you have to carry 1 from this 3. So when you carry 1 from 3, here remaining 2. 2 will be remaining here and this 1 will become 11. Now you have to subtract 8 from 11. 8 11 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? യു ഹാവ് ടു കൗണ്ട് 8 till 11. 8 കഴിഞ്ഞിട്ട് 11 വരെ കൗണ്ട് ചെയ്യുക. 8 കഴിഞ്ഞിട്ടാണ്, 8 മുതലല്ല. 8 കഴിഞ്ഞിട്ട് എന്തായിരുന്നു? 9 10 11. How many fingers? 3. So write here 3. Okay. Now can you subtract 4 from 2? No. Again you have to carry 1 from this 6. So here it will remaining 1. ഇവിടുന്ന് ക്യാരി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 ആയിരിക്കും ബാക്കി ഉണ്ടാവുക. ഇവിടെ എന്താവും? ഇറ്റ് വിൽ ബിക്കം 12. ഇവിടെ 12 ആവും. Can you subtract now 4 from 12? Yes. Now how you subtract? You have to count after 4 till 12. 4 കഴിഞ്ഞിട്ട് 12 വരെ എണ്ണുക. 4 കഴിഞ്ഞിട്ട് എണ്ണുമ്പോൾ എങ്ങനെയാ? 5 6 7 8 9 10 11 12. That means 8 fingers. So after 4 till 8 12 till 12 it will be 8 fingers. After 4 till 12 8. Correct? Now subtract 3 from 5. That also same way. After 3 4 5. That means 2. You got 2. That means you got 28,336. Let us take one more example. Okay. See here, I am writing here one more example. 97,574 and 96,992. Subtract 96,992 from 97,574. 97,574. Okay, clear?
Now subtract 2 from 4. How you can subtract? After 2, count after 2. 2 കഴിഞ്ഞിട്ട് count ചെയ്യുക. 3, 4. Till 4 you have to count. 2 കഴിഞ്ഞിട്ട് 4 വരെ count ചെയ്യുക. 3, 4. അപ്പോൾ എത്രയാ? 2. Right here 2. Now after 9, can you subtract 9 from 7? No. You have to carry 1 from this 5. 5 നിന്ന് ഒരു 1 carry എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ബാക്കി ഉണ്ടാവും? Here remaining 4. ഇവിടെ എത്രയാവും? 17. It will become 17. Right here 17. Now you can subtract 9 from 17. എങ്ങനെയാണ് subtract ചെയ്യുക? Count after 9 till 17. 9 കഴിഞ്ഞിട്ട് 17 വരെ എണ്ണുക. എങ്ങനെ എണ്ണുക? 9 കഴിഞ്ഞാൽ 10, 11, 12, 13, 14, 15, 16, 17. That means 8. I got 8. Right here 8. Now can you subtract 9 from 4? No. You have to carry 1 from 7. It will become 6 here and this 4 will become 14. Now you can subtract 9 from 14. 9 14 നിന്ന് subtract. എങ്ങനെയാണ് subtract ചെയ്യുക? After 9. Count after 9 till 14. 9 കഴിഞ്ഞിട്ട് എണ്ണുക. 10, 11, 12, 13, 14. How many fingers? 5. Till 14. Only till 14 you have to count. Okay? അപ്പോൾ 5 കിട്ടി ഇവിടെ. Right here 5. Now 6 minus 6 is 0. When you subtract same numbers, it will be 0. And 9 minus 9 also 0. That means you got 582. 582. Next is check by, subtract and check by addition. Subtract. First you have to subtract and then check whether the answer is correct. That can be done by addition. That can be done how? First you have to subtract and then add the difference to the subtrahend. If the sum is equal to the minuend, then the answer is correct. Okay? Let us do by taking one example. An example എടുത്തിട്ട് നമുക്ക് നോക്കാം അത്. Okay? എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യുന്നത്. So I'll take one example. 3,526. You have to subtract 1,838 from 3,526. നോക്കാം നമുക്ക് എത്ര ആൻസർ കിട്ടുക. Can you subtract 8 from 6? No. You have to carry 1 from this 2. It will become, when you carry 1, it will become 1 and this 6 will become 16. It will become 16. Now you can subtract 8 from 16. So after 8, count till 16. 8, 9, 10, 11, 12, 13, 14, 15, 16. That is 8. You get 8. Okay? ഞാൻ ഇനി കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ മെത്തേഡ്? 8 നിന്ന് 16 കിട്ടുന്നവരെ കൗണ്ട് ചെയ്യുക. 8 കഴിഞ്ഞിട്ടാണ്. 8 കഴിഞ്ഞിട്ട് 16 കിട്ടുന്നവരെ കൗണ്ട് ചെയ്യുക. എത്രയാന്ന് കിട്ടുന്ന നമ്പർ ആ നമ്പർ ഇവിടെ എഴുതണം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ 3. Can you subtract 3 from 1? No. ആദ്യം നോക്കുക. ആവുന്നില്ലെങ്കിൽ ഇപ്പുറത്തുള്ള ഡിജിറ്റിന് നമ്പറിന് 1 ക്യാരി എടുക്കുക. അപ്പോൾ ഇവിടെ എത്രയായി? ഇവിടുന്ന് 5ന്ന് 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 4. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്രയായി? ഇവിടെ 11. It will become 11. അപ്പോൾ 11ന്ന് 3 പോവില്ലേ? Now it will go. 3 can be subtracted from 11. അപ്പോൾ അതേപോലെ തന്നെ 3ന്ന് 11 എത്തുന്നവരെ കൗണ്ട് ചെയ്യുക. 3. After 3, 4, 5, 6, 7, 8. 3, 4, 5, 6, 7, 8, 9, 10, 11. That means 8. You get 8. Till 3 to 11. After 3 till 11, 8. It is 8. So write here 8. Now here it is 8. 8 you have to subtract from 4. It is not possible. So you have to carry 1 from this 2. From this 3. So it will become 2 and this 4 will become 14. Now you can subtract 8 നിന്ന് 14 subtract ചെയ്യാം നമുക്ക്. 8 14 നിന്ന് subtract ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 8 കഴിഞ്ഞിട്ട് എണ്ണുക. 9, 10, 11, 12, 13, 14. That means 6. അവിടെ 6 എഴുതുക. ഇനി 1
2 നിന്ന് subtract ചെയ്യുക, that will be 1 itself. 1 minus 2 minus 1 പറയുമ്പോൾ 1 തന്നെ. 1 2 നിന്ന് 1 subtract ചെയ്യുക, അപ്പോൾ 1 കിട്ടി. അപ്പോൾ ആൻസർ എത്രയാ? 1688 കിട്ടി. ഇനി we have to check whether this answer is correct or not. For that we have to add this difference to the subtrahend. This is the subtrahend, so that if the sum is equal to the minuend is this one, then the answer will be correct. See here how I am doing. We have to add this two. So you have to add this and this. When you add this two, you should get the answer this one. Let us check. Okay, so we have to add 1688 plus 1838. Is it clear? This 1688 plus 1838. When you add this two, let us see. 8 plus 8, then count 8 till 8, 9, 10, 11, 12, 13, 14, 15, 16. 8 plus 8, 16, 6, 1 carry. 8 plus 1 is 9, 9 plus 3, 9, 10, 11, 12. 2, 1 carry. 6 plus 1 is 7, 7, after 7, 7, 8, 9, 10, 11, 12, 13, 14, 15, 5, and carry over is 1. So 1 plus 1, 2, plus 1, 3. So the answer is 3526. Is it correct? 3526. These two answer is if the answer here is same to this minuend, then it will be the problem is correct. ഇതുപോലെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഇതാണെങ്കിൽ ഇത് ചെയ്തത് സബ്ട്രാക്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് filling the missing digits. Okay, so we'll take one example. 2 circle 8 missing digit 1 minus 3 5 7 missing digit. The circle is a missing digit. Okay, then subtract 2 1 missing digit 8 3. Okay, for this same method that which we are doing to check the subtraction. How we check the subtraction ingane check cheyna by addition. Same way we have to find the missing digit also in the same way. Okay, how? We have to add these two. We have to add these two and get the answer this, and we will get this missing digits. ആദ്യം ഇത് രണ്ടും ആഡ് ചെയ്യുക. അതേ മെത്തഡിൽ ഏതാണ് നമ്മൾ ചെക്ക് ബൈ അഡീഷൻ ചെയ്യുന്നില്ലേ, സബ്ട്രാക്ട് ആൻഡ് ചെക്ക് ബൈ അഡീഷൻ, അതേ മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. 2 1 ബോക്സ്, ഐ ഡ്രോ ബോക്സ്. ഞാൻ ഇവിടെ ബോക്സ് വരക്കാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 8 3. അതിൻ്റെ താഴെ എന്നാ വരുക 3. ഇത് പ്ലസ് ആണ്, പ്ലസ് ഇവിടെ മൈനസ് ആണ്, പ്ലസ് 3 5 7 0. 3 5 7. ഇത് ബോക്സ് ആണ്, ബോക്സ് വരക്കാം നമുക്ക്. ഓക്കെ, ബോക്സ്. ഇനി ഇതിൻ്റെ താഴെ എന്നാ വരുക 2. ഇവിടെ 2 ഇതേപോലെ തന്നെ എഴുതുക. 2 ബോക്സ് 8 ബോക്സ് 1. ഓക്കെ, ഇനി ഈ ബോക്സ് ഫില്ലിംഗ് ദ മിസ്സിംഗ് ബോക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫില്ലിംഗ് ദ മിസ്സിംഗ് ഡിജിറ്റ്, ഈ മിസ്സിംഗ് ഡിജിറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? യൂണിറ്റ് വൺസ് പ്ലേസിന്, യൂണിറ്റ്സ് പ്ലേസ് ഓർ വൺസ് പ്ലേസിനാണ് തുടങ്ങേണ്ടത്. അപ്പോൾ 3ൻ്റെ അകത്ത് എത്രയാണ് ആഡ് ചെയ്താൽ 1 കിട്ടുക? ഹൗ മച്ച് യു ഹാവ് ടു ആഡ് വിത്ത് 3 ടു ഗെറ്റ് 1? 3ൻ്റെ അകത്ത് ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടില്ലല്ലോ. 3ൻ്റെ അകത്ത് എത്രയാണ് കിട്ടുക? 3ൻ്റെ അകത്ത് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 11 വേണ്ടത്. ഓക്കെ, 11 1 അല്ല 11. അപ്പോൾ ഈ 11ൻ്റെ 1 എവിടെ ഇരിക്കും ഉണ്ടാവുക? ഇവിടെ ക്യാരി ഓവർ 1. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ക്യാരി ഓവർ ഇടുക. അപ്പോൾ 3ൻ്റെ അകത്ത് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 വരിക നോക്കേണ്ടത്? 3ൻ്റെ അകത്ത് ചെയ്ത് നോക്കുക. 3 കഴിഞ്ഞിട്ട് എണ്ണുക. 3 കഴിഞ്ഞാൽ 4 5 6 7 8 9
10, 11. 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടും. 3ൻ്റെ അകത്ത് 8 ആഡ് ചെയ്യുക, അപ്പോൾ 11 കിട്ടും. ഓക്കെ, ഇനി 8 + 1 എത്രയാ? 9. ഇനി 9 + 7. 9 + 7 എണ്ണുമ്പോൾ എങ്ങനെയാണ്? 9 കഴിഞ്ഞാൽ 9, 10, 11, 12, 13, 14, 15, 16. 7 fingers കൗണ്ട് ചെയ്യുമ്പോൾ 16. അപ്പോൾ 6 ഇവിടെ എഴുതുക. റൈറ്റ് ഹിയർ 6, 1 carry over. Then you have to count. 5 + 1 is 6. 5, 1 carry over. 6. 6 plus how much you have to count so that you should get 8. 6ൻ്റെ കൂടെ എത്ര പ്ലസ് ചെയ്താലാണ് നമുക്ക് 8 കിട്ടുമോ എണ്ണുക. 6 കഴിഞ്ഞാൽ 7, 8, 2. അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതുക. 2 കറക്റ്റ് അല്ലേ? 5, 6, 7, 8. അപ്പോൾ 8 കിട്ടി. നെക്സ്റ്റ് 3 + 1 is 4. റൈറ്റ് ഹിയർ 4 and it is okay. 2 self. Okay, so we have to fill these things here. 2 ഇതാണ് ഈ സംഭവമാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ 2 നെക്സ്റ്റ് സ്ക്വയർ ബോക്സിൽ 4, 8 നെക്സ്റ്റ് സ്ക്വയർ ബോക്സിൽ 6, 3, 5, 7 സ്ക്വയർ ബോക്സ് 8, 2, 1 square box 2. So if you want, I'll write once more again. 2 square box 4, 8 square box 6, 1 subtract 3, 5, 7 square box 8. When you subtract, you get 2, 1 square box 2, 8 and 3. Okay, let us do one more example. Okay, 7, 4 square box 2, 1 subtract 3 square box 5 square box 8. When you subtract, you get the answer square box 4, 3, 1 square box. Okay, how you will find out? To find out the square box, you have to add this 2. Add this and 2. This 2 add, so that you should get this answer. Same like the check by addition, subtraction and check by addition. ആ മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 3 സ്ക്വയർ ബോക്സ് 5 സ്ക്വയർ ബോക്സ് 8 പ്ലസ് സ്ക്വയർ ബോക്സ് 4, 3, 1 സ്ക്വയർ ബോക്സ്. ആൻസറിൽ വരുന്നത് ഇത് ആൻസറിൽ ഇതാ വരേണ്ടത് 7, 4 സ്ക്വയർ ബോക്സ് 2, 1. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കണം ആൻസർ. ലെറ്റ് us start from 1's place. 8 plus how much you add to get 1? You will not get 1, you should get 11. എന്തായാലും 8നേക്കാൾ ചെറിയ നമ്പർ ആകുമ്പോൾ അത് 11 ആയിരിക്കും. 8നകത്ത് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 1 വരുക? 1 വരില്ല. അപ്പോൾ അത് 11 ആയിരിക്കും. 1 ക്യാരി ഓവർ ഉണ്ടാവും ഇവിടെ. 1 ഇവിടെ ക്യാരി ഓവർ എന്ന് എഴുതുക. എന്നിട്ട് 11. അപ്പോൾ 8ൻ്റെ അകത്ത് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 വരിക? കണ്ടുപിടിക്കേണ്ടത് 8 കഴിഞ്ഞാൽ എണ്ണുക. 9, 10, 11. 3 അല്ലേ? അപ്പോൾ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടും. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 1, 2. 1 + 1 ഇവിടെ 2 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 2ൻ്റെ അകത്ത് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 2 കിട്ടുക. 1 + 1 2 ഓൾറെഡി ഉണ്ട്. 2ൻ്റെ അകത്ത് പിന്നെ ഒരു 0 ആഡ് ചെയ്ത് കഴിഞ്ഞാലല്ലേ 2 കിട്ടുക. അപ്പോൾ ഇവിടെ 0 എന്ന് എഴുതുക. ഇനി 5 + 3 ഡയറക്റ്റ് അഡീഷൻ ആണ്. 5 + 3 8. 8 എന്ന് ഇവിടെ എഴുതുക. ഇനി 4 ഇതിനകത്ത് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടുക? എല്ലാവർക്കും അറിയില്ല അത്. 4ൻ്റെ അകത്ത് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കിട്ടും. ഇനി 3ൻ്റെ അകത്ത് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 7 കിട്ടുക? 3 കഴിഞ്ഞാൽ എണ്ണുക. 4, 5, 6, 7. എത്ര ഫിംഗർ? 4. 3ൻ്റെ അകത്ത് 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. വെൻ യു ആഡ് 4 to 3, you get 7. 3 + 4 is 7. So like this way you have to find out the answer. We can write in this boxes. അപ്പോൾ ഇത് സംഭവം ഇവിടെ ഫിൽ ചെയ്യണം നമ്മൾ. 7. പക്ഷേ ഈ മെത്തഡാണ് യൂസ് ചെയ്യുക. ഡയറക്റ്റ് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇത് ഓക്കെ, ഇത് ചെയ്യാൻ പറ്റുന്നല്ല, it is difficult to do. So we will use the addition method. So 7, 4. In this box it is 8. Write here 8, 2, 1. Then next is -3 square box 0, 0
5 square box 0 8 30508. Next, in this answer you will get 4 square box 4 4 3 1. In this square box it is 3. Okay, 3. So while writing the answer, don't make mistake. Okay, this way you have to write. If you have any doubt, you can call me or contact me. Okay, we'll do the word problem in the next class. Thank you.